ഭയങ്കരമായ ആൾക്കൂട്ടൽ. എന്തോ കാര്യം തോന്നുന്നു പറഞ്ഞേ. ഇവിടെ ഇന്ന് രാവിലെ കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നും ഏകദേശം ഒരു 15 കിലോയ്ക്ക് മുകളിലായിട്ട് കഞ്ചാവ് പിടികൂടിയിരിക്കുകയാണ്. കഞ്ചാവുമായിട്ട് 2 പേരെയാണ് കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമും കൊല്ലം ഈസ്റ്റ് പോലീസും സംയുക്തമായി പിടികൂടിയിരിക്കുന്നത്. ഏതായാലും അതിൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഇങ്ങനെ സൈക്കിളിൻ്റെ ട്യൂബ് ഉപയോഗിച്ച് പൊതിഞ്ഞ നിലയിലായിരുന്നു ഇങ്ങനെ കൊണ്ടുവന്നത്. ഏതായാലും സംശയാസ്പദമായി അതുപോലെ തന്നെ സിറ്റി ഡാൻസ് ഓഫിന് രഹസ്യമായി കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലും പോലീസ് ഇത് നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷൻ സമീപത്തു നിന്നും 2 യുവാക്കളെ ഇന്ന് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ ദേഹപരിശോധനയാണോ അതോ ബാഗ് പരിശോധിച്ചപ്പോഴത്തേക്ക് തോട്ടെ വലിയ കെട്ടായിട്ടാണല്ലോ ഇത് വെച്ചിരിക്കുന്നത് അല്ലേ? അതെ. ഇത് ഇന്ന് ഇവരുടെ കയ്യിൽ നിന്ന് പിടികൂടുന്നതിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ പിടികൂടിയ സാധനങ്ങൾ അതിങ്ങനെ സൈക്കിളിൻ്റെ ട്യൂബ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടിയ നിലയിലായിരുന്നു. അത് ഇങ്ങനെ പോലീസ് കണ്ടെത്തി അത് തൂക്കി മാറ്റുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ അവരുടെ ദേഹപരിശോധനയൊക്കെ നടത്തുന്ന ദൃശ്യങ്ങളാണ്. തീർച്ചയായും അതെ. അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇതൊക്കെ എടുത്ത് തൂക്കി നോക്കുന്നത്. നോക്കി വരും തലമുറയെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു സാധനമാണ്. ഇത്രയും കിലോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലേ. കഴിഞ്ഞ ആഴ്ച ഇതേപോലെ തന്നെ 25 കിലോ 25 കിലോ തോന്നുന്നു. 25 കിലോ കഞ്ചാവ് ഇതേ കൊല്ലം റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള പ്രദേശത്ത് പലരും ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുപോലെ ഉള്ള കഞ്ചാവുകൾ കടത്തിക്കൊണ്ടുവന്ന് നമ്മുടെ വിദ്യാർത്ഥികളെ അടക്കം ഇതിൻ്റെയൊക്കെ അടിമകളാക്കി മാറ്റുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ IPSൻ്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘം ഇപ്പോൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെ നിരവധി കേസുകളാണ് ഇപ്പോൾ തന്നെ പിടികൂടിയത്. ഇതും മാത്രമല്ല, പലപ്പോഴും പലയിടത്തു നിന്നും ഇപ്പോൾ MDMA അടക്കമുള്ള രാസലഹരികളുമൊക്കെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. ഏതായാലും ഇന്ന് രാവിലെയാണ് ഈ ഒരു 2 യുവാക്കളെ ഇന്ന് കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീം പിടികൂടിയത്. അതിൻ്റെ ഒരു ദൃശ്യങ്ങൾ ആ ഒരു എത്ര കിലോ ആണെന്നുള്ളതെല്ലാം തൂക്കി നോക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളെ കാണുന്നത്. ഇതെല്ലാം കെട്ടി നിർത്തിക്കുമല്ലേ? അതെ. രക്ഷയില്ല കേട്ടോ. അതെ. ഇങ്ങനെ പോയ ഭാവി തലമുറ എവിടെ പോകുന്നു കണ്ടറിയേണ്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം തന്നെ നമ്മുടെ അറിയാം, യുവാക്കളൊക്കെ ഭയങ്കരമായിട്ട് വയലേഷന് അക്രമ സ്വഭാവമൊക്കെ അഴിച്ചുവിടുന്ന ഒരു കാലഘട്ടമാണ്. അതിനൊക്കെ ഇതുപോലെയുള്ള ലഹരികൾ, രാസലഹരികളായിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കഞ്ചാവ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇവിടെ എത്തിക്കുന്നത്, അത് ട്രെയിൻ മാർഗം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്